അവനെയും കൂട്ടിയിട്ടാണ് ഞാൻ മീട്ടനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അവനെ വൈകിട്ട് കൂട്ടിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടിലാണ് ആദ്യം തന്നെ പതുങ്ങിപ്പോയി നോക്കിയത് അവനെ സർപ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ കൂട്ടിലൊന്നും ഞാൻ മീട്ടനെ കാണാത്തപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് പകച്ചു കേട്ടോ. പിന്നെ അകത്ത് പോയപ്പോൾ അകത്ത് നമ്മുടെ ആൾ കിടക്കുന്നുണ്ട് കേട്ടോ. മേട്ടു എന്ന് വിളിച്ചതും ആൾ വേഗം തല പൊന്നിച്ച് അങ്ങനെ നീച്ചിട്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ആ കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി പോയി കേട്ടോ. കാരണം അവൻ്റെ ചുറ്റോടിറ്റും നിലത്ത് ബ്ലഡൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ബേജാറ്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് അവൻ്റെ സ്റ്റിച്ചിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിട്ടതായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടതാണ്. പിന്നെ ഞാൻ എല്ലാവരെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോയി. ആ ചോര വേറൊന്നുമല്ല കേട്ടോ, പല്ല് കൂട്ടി കടിച്ചിട്ട് ബ്ലഡ് വന്നതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം അവനെ പുറത്ത് കൊണ്ടുപോയി അവനെ മൂത്രമൊക്കെ ഒഴിപ്പിച്ചു. പിന്നെ കുറച്ച് നേരം നടത്തി. ആൾ ഭയങ്കര കാമായി. ഇടയ്ക്കൊന്ന് മതിൽ ചാടാൻ വേണ്ടി നോക്കി. അതിനുശേഷം നേരെ എന്നെയും കൊണ്ട് അങ്ങോട്ട് പോവാം നമുക്ക് വീട്ടിലേക്ക് എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചെവിയുമുള്ളത് രാവിലെ ആയപ്പോഴേക്കും തട്ടിക്കളഞ്ഞിട്ട് രണ്ടാമതൊരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്ലാസ്റ്റർ ഇട്ട സമയത്ത് പിന്നീട് അവനെ കൂട്ടിലാക്കിയ സമയത്ത് അവൻ കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കമ്പി കടിച്ച കൂട്ടത്തിൽ നാവ് കടിച്ചിട്ടാണ് അവൻ്റെ നാവിൽ മുറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തന്നെ അവനെ കൂട്ടിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ തന്നെ കൂട്ടിക്ക് വന്ന് കയറിയെങ്കിലും പിന്നെയും ഒന്ന് മടിച്ചെങ്കിലും ഞാൻ കയറി നല്ല കുട്ടിയായിട്ട് ഇരിക്കട്ടോ, മാറിയിട്ടുണ്ട്, മോള് കൊണ്ടുപോകട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭയങ്കര ബഹളമപ്പായിരുന്നു കേട്ടോ. അതിനിടയിൽ വീണ്ടും കമ്പി കടിച്ചിട്ട് ബ്ലഡ് വന്നു. അവൻ്റെ ആ ഒരു ചോര ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് എന്തോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവൻ ഭയങ്കരമായിട്ട് വാശി കാണിക്കുന്നുണ്ട്. അവൻ ആ കൂട്ടിൽ നിൽക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു അവൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കൂട്ടിലായിരുന്നു അവൻ ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാനൊരു തണലുള്ളൊരു ഭാഗത്തേക്ക് അവനെ നോക്കി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസം ഫാനും ബെഡൊക്കെ ആയിട്ട് കിടന്നിട്ട് ഇപ്പോൾ പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു വയ്യായിയൊക്കെ ഉണ്ടാകുമ്പോൾ. അവൻ്റെ ആ ബ്ലഡ് വീകുന്നത് കണ്ടപ്പോൾ നെഞ്ചിങ്ങനെ പൊടിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവൻ അങ്ങനെ വാശി കാണിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ അവനെ നേരത്തെ കിടത്തിയിട്ടുള്ള ആ ഒരു സൈഡിൽ തന്നെ കൊണ്ടൊക്കെ കിടത്തി. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും പോകുന്നവരെ അവൻ ഇവിടെ കിടന്നോട്ടെ, കൂട്ടിലാവുമ്പോഴാണ് അവൻ പ്രശ്നം, ഇങ്ങനെ ആക്കി കെട്ടുമ്പോൾ അവന് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആക്കിയപ്പോൾ തന്നെ ഉണ്ണിമോൾ പോയിട്ട് വരണ്ടിട്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ, പോവും മാറിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആളത് കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും 10ാമത്തെ ദിവസമാണ് സ്റ്റിച്ച് എടുക്കുന്നത്. അത് എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞ് കിട്ടാൻ അപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന.